2 ദിവസമായി ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ പകൽ സമയത്ത് പോലും കാട്ടാനയെത്തുന്നു. ചിന്നക്കനാൽ മോൺഫോർട്ട് സ്കൂളിന് സമീപം ആനയെത്തി. ജനവാസ മേഖലയിൽ ഇറങ്ങിയത് മുറിവാലൻ എന്ന ആനയെന്ന് നാട്ടുകാർ പറയുന്നു. ചക്രക്കൊമ്പനും BL റാമിനും സമീപം നിലയുറപ്പിച്ചിട്ടുണ്ട്. ചിന്നക്കനാൽ, ശാന്തമ്പാറ പഞ്ചായത്തുകളിൽ പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മോൺഫോർട്ട് സ്കൂളിന് സമീപം ഉച്ചയോടെയാണ് മുറിവാലൻ എത്തിയത്. സമീപത്തെ റോഡിലൂടെയും കൃഷിയിടങ്ങളിലൂടെയും ആന സ്വൈരവിഹാരം നടത്തുകയാണ്. ചക്കക്കൊമ്പനും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ട്. BL റാമിലാണ് ചക്കക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഒറ്റയാന്മാർ പകൽ സമയത്തും ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ്. അങ്ങനെ നിരന്തരമായിട്ട് ഇപ്പോൾ ഇന്നലെ ഒരു വീട് കുത്തി തള്ളി മറ്റേ ചക്കക്കൊമ്പൻ. ഈ ആളെ അടിച്ച ആന തന്നെ, ഈ സൗന്ദരരാജനെ അടിച്ച ആന തന്നെ. ഇന്ന് കാലത്ത് വേറൊരു ഈ രാജേന്ദ്രൻ്റെ പണിക്കാരൻ രാജു എന്ന് പറഞ്ഞ ഒരാളെ ആ ആന തന്നെ ഓടിച്ചു. ഇതിവിടെ തൊട്ടടുത്ത് തന്നെ ഇപ്പം നിൽപ്പുണ്ട് ആന. ഇതിൻ്റെ ഇപ്പം ഈ ആളെ അടിച്ച ഈ സൗന്ദരരാജനെ അടിച്ച സ്ഥലത്ത് ഇപ്പം അതിൻ്റെ ബാക്കിയുള്ള കൂട്ടങ്ങളും വന്ന് പുറകിൽ നിൽപ്പുണ്ട്. ഇങ്ങനെ ഭയങ്കര നിരന്തര ശല്യമുണ്ട്. ചിന്നക്കനാൽ മേടുഭാഗത്ത് 12ഓളം ആനകളുടെ കൂട്ടവും തമ്പടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 2 പേരാണ് ചിന്നക്കനാൽ ശാന്തമ്പാറ മേഖലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 2023 മുതൽ മൂന്നാർ വൈൽഡ് ഡിവിഷന് കീഴിൽ 46 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വനം വകുപ്പിൻ്റെ കണക്ക്. കൈരളി ന്യൂസ്, ഇടുക്കി.